ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം ബിന്ദു വിനോദ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കോട്ടയം ജില്ലയിൽ വോട്ട് ചെയ്തത് 74.65% വോട്ടർമാർ. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വൈക്കം നിയമസഭാ മണ്ഡലത്തിലാണ്. ഇവിടെ 79.31% പേർ വോട്ട് ചെയ്തു. വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് കടുത്തുരുത്തിയിലാണ്, 69.03. ജില്ലയിൽ 100% വോട്ടുറപ്പിക്കാൻ വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ 5 LDF തരംഗമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ല ആർക്കൊപ്പം നിൽക്കും എന്ന് മെയ് 4 ഫലം വരുമ്പോൾ അറിയാം. ജില്ലയിൽ ശക്തമായ മത്സരം എന്ന നിലയിൽ കേരളം ഉറ്റുനോക്കിയത് പാലാ നിയോജക മണ്ഡലത്തിലേക്കായിരുന്നു. വോട്ടെടുപ്പിനായി 1791 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയത്. ആകെ 15,05,985 വോട്ടർമാരിൽ 7,72,587 സ്ത്രീകളും 7,33,385 പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 13 പേരും ഉൾപ്പെടുന്നു. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും 1 വീതം പിങ്ക് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകെ വോട്ട് ചെയ്തത് 74.15% ആളുകളായിരുന്നു. ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വർധനവ് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ജില്ലയിൽ എല്ലാ ബൂത്തുകളിലും ജനങ്ങൾക്ക് സമാധാനപരമായി വോട്ട് ചെയ്യാൻ സാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 100% പോളിംഗ് ലക്ഷ്യമിട്ട് വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു. യുവ വോട്ടർമാരെ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ ഇതിലൂടെ സാധിച്ചു. ജെൻസി ക്യാൻഡിൽ വോക്ക്, ജെൻസി ആനന്ദം തുടങ്ങിയ വിവിധ പരിപാടികളാണ് സ്വീപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയത്. ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ജില്ലാ കളക്ടറും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ആയ ചേതൻ കുമാർ മീണയാണ്. കുട്ടികളിൽ വോട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തി 15,681 പേർ. അസന്നിഹിത വോട്ടർമാർക്കാണ് വീട്ടിൽ വോട്ട് സൌകര്യം ഒരുക്കിയത്. 9 നിയമസഭാ മണ്ഡലങ്ങളിലായി മുതിർന്ന പൌരന്മാരും 40% മുകളിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്നവരും ഉൾപ്പെടെ 16,210 പേരാണ് ഈ വിഭാഗത്തിൽ വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത്. മൈക്രോ ഒബ്സർവർ, പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, വീഡിയോഗ്രാഫർ, പോലീസ് ഓഫീസർ എന്നിങ്ങനെ 5 പേരടങ്ങുന്ന 200 പ്രത്യേക പോളിംഗ് സംഘങ്ങളെയാണ് അസന്നിഹിത വോട്ടിംഗിനായി സജ്ജീകരിച്ചത്. ഇവർ BLOമാരുടെ സഹായത്തോടെ വോട്ടറുടെ വീട്ടിലെത്തി രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിന് സംവിധാനമൊരുക്കി. വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് സംഘത്തിന്റെ പക്കലുള്ള പെട്ടിയിൽ നിക്ഷേപിച്ച ബാലറ്റുകൾ അതത് ദിവസം തന്നെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറി സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ടവർ തപാൽ വോട്ട് രേഖപ്പെടുത്തി. ഈ വിഭാഗത്തിൽ ജില്ലയിൽ 1,682 വോട്ടുകൾ ആകെയുള്ളതിൽ 1,124 പേർ, അതായത് 66.8% പേർ വോട്ട് ചെയ്തു. പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ, എക്സൈസ്, മിൽമ, വാട്ടർ അതോറിറ്റി, KSRTC, ട്രഷറി സേവനങ്ങൾ, ഹെൽത്ത് സർവീസ്, വനം ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ആകാശവാണി, ദൂരദർശൻ, BSNL, റെയിൽവേ, തപാൽ, വോട്ടിംഗ് ദിവസത്തെ കവറേജിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നീ 14 വിഭാഗങ്ങളാണ് അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പോളിംഗ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവർക്ക് തപാൽ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സൈക്ലിസ്റ്റുകൾ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒരുമിച്ച് സൈക്കിൾ യാത്ര നടത്തി. ഓരോ കേന്ദ്രങ്ങളിലും സൈക്ലിസ്റ്റുകൾ അവരവരുടെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അടുത്ത പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ജനങ്ങളുമായി സംവദിച്ച് ജനാധിപത്യത്തിന്റെ പ്രാധാന്യം, ഉത്തരവാദിത്തമുള്ള പൌരത്വം, വോട്ടിന്റെ വില എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.